പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിന്റെ 31-ാമത്തെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ 8 മാസവും സർവശക്തൻ നമ്മെ കൺമണി പോലെ പരിപാലിച്ചു. നമ്മേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞവർ, യോഗ്യതയുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, സമ്പത്തുള്ളവർ, സൗന്ദര്യമുള്ളവർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ നമ്മെ സ്വർഗത്തിലെ ദൈവം ആയുസ്സും ആരോഗ്യം തന്നു. ഈ 2025 8 മാസവും പൂർത്തീകരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കി. ഈ പ്രഭാതത്തിൽ അവൻ വിശേഷിച്ച് അവൻ ഈ 8-ാം മാസത്തിന്റെ ഒടുവിലെത്തി വിശുദ്ധ ആരാധനയുടെ നടുവിലാണ് നാം വന്നു നിൽക്കുന്നത്. അവൻ വിശുദ്ധ ആരാധന ഇനി ഈ ഞായറാഴ്ച ഈ മാസം ഇനി ഒരു വിശുദ്ധ ആരാധനയില്ല. നമ്മുടെ നടുവിൽ എത്ര വലിയ ഭാഗ്യമാണ് ദൈവം നമുക്കായി ഒരുക്കിയത്. ദൈവത്തെ ആരാധിക്കുക, ഒരു പ്രഭാതം കാണുക, ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുക, ദൈവവചനവുമായി അനേക ദൈവകുഞ്ഞുങ്ങളുടെ അരികിലെത്തുക, അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പദവി തന്നെയാണ്. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന് നമുക്ക് അടുത്തു ചെല്ലാം. 78-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്നും അവനെ വരുത്തി. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനും ഇസ്രായേലിന്റെ മധുരഗായകനുമായ ദാവീദ് ഈശായുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവനും ബാല്യകാലത്ത് ചില തള്ളയാടുകളുമായി വിജനമായ സ്ഥലങ്ങളിൽ ചുറ്റി നടന്നവനുമായിരുന്നു. അവിടെ നിന്നുമാണ് ദൈവം തന്നെ വിളിച്ച് ഇസ്രായേലിന് രാജാവാക്കിയത്. ആട്ടിടനായി കാട്ടിൽ അലഞ്ഞവന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി സിംഹാസനത്തിൽ ഇരുത്തിയപ്പോൾ തൻ്റെ സ്വന്തം വായിൽ നിന്നും വന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ദാവീദ് രാജാവ് അകത്തു ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞതെന്തെന്നാൽ, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? പരിതാപകരമായ പൂർവസ്ഥിതിയിൽ നിന്നും വലിയ മാറ്റങ്ങൾ ദൈവം നമുക്കായി ഒരുക്കി തന്നപ്പോൾ നാം ഇനി അനുസരണക്കേടും നന്ദികേടും കാണിച്ച് ദൈവത്തിങ്കിൽ നിന്നും അകലുകയോ വിട്ടുപോവുകയോ ചെയ്യാതെ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി ജീവിക്കണം. രൂത്തിനെ നോക്കൂ, എത്രത്തോളം പരിതാപകരമായ ജീവിത രീതിയിൽ നിന്നുമാണ് സമ്പന്നനായ വീണ്ടെടുപ്പുകാരനായ ബോവസിന്റെ ഭാര്യയായി കാലാപറക്കിയ അതേ നിലം തൻ്റെ സ്വന്തമായപ്പോഴും അഹങ്കരിക്കാതെ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകാതെ ദൈവത്തെ വിശ്വസ്തയോടുകൂടെ ആരാധിച്ച് നിന്നവളാണ് രൂത്ത്. ചിട്ടയായി വളരുന്ന തലമുറകൾ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ തലമുറകളോട് ഇന്ന് പകൽക്കാലം സ്തോത്രം നാം അനുസരണയുടെ വാക്കുകൾ പറയുമ്പോൾ ആരും ചിട്ടയില്ലാതെ, അനുസരണയില്ലാതെ, ദൈവഭയമില്ലാതെ, ദൈവസ്നേഹമില്ലാതെ അനേകരായിരിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ചിട്ടയായി നടക്കണമെന്ന്. നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സഭയും സഭാജനങ്ങളുമായിരിക്കണം. പ്രമാണം ലംഘിക്കാതെയും കലകമുണ്ടാക്കാതെയും ഇരിക്കുകയും ചെയ്യുന്ന സഭയും സഭാജനങ്ങളുമായിരിക്കണം. ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ, ദൈവാലോചനകൾ പറയുമ്പോൾ അത് കുത്തി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, സ്തോത്രം, ഹാലിലെ അത് വളരെ മോശമായ നിലകളിൽ അതിനെ ചിത്രീകരിച്ചുകൊണ്ട് അനുസരണക്കേട് കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവ വേലക്കാർ എന്ന് പറയുന്നവർ ദർശനം നഷ്ടപ്പെട്ടവരായി പോയാൽ അവർ എന്തെല്ലാം കാട്ടിക്കൂട്ടുമെന്നും ആർക്കും ഒരു നിശ്ചയമില്ല. പ്രിയ ദൈവപൈതലേ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ മുഖാന്തരം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കരുത്. ഇന്നത്തെ ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ജീവിതം യാതൊരു മാതൃകയും ഇല്ലാത്ത ജീവിതം. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒന്നാമതായി നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. വിശുദ്ധിയും വേർപാടും നമുക്ക് ആവശ്യമാണ്.
നാം ജാതിക മനുഷ്യരെ പോലെ ജീവിക്കുവാനുള്ളവരല്ല. നമ്മുടെ നടപ്പും കിടപ്പും എല്ലാം കൊടുക്കൽ വാങ്ങൽ സകലത്തെയും ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം മറക്കരുത്. കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ പൂർവ്വസ്ഥിതിയിൽ നിന്നും എത്രത്തോളം അത്ഭുതകരമായി ദൈവം നമ്മെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനിടയായി. രോഗശയ്യയിലായിരിക്കുന്നവരെ സഹായിക്കുവാനും സാമ്പത്തികമായി ഞരങ്ങുന്നവരെ കൈത്താങ്ങുവാനും വേണ്ടിയാണ് നമ്മെ പൂർവ്വസ്ഥിതിയിൽ നിന്നും ഇന്ന് കാണുന്ന ഇത്രത്തോളം അനുഗ്രഹവും നന്മയും ദൈവം നമുക്കായി ഒരുക്കി തന്നു. ആകയാൽ ഈ പ്രഭാതം അതിനായി നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം, കൈത്താങ്ങാം, സഹായിക്കാം, സ്നേഹിക്കാം, ദൈവകൃപയിൽ നിലനിൽക്കാം. നമ്മുടെ പൂർവ്വസ്ഥിതികളെ മാറ്റുന്ന ദൈവസന്നിധിയിൽ സ്തോത്രം. ദാവീദിനെ വിളിച്ചു വേർതിരിച്ചതുപോലെ അല്ലേ നമ്മയും വിളിച്ച് വേർതിരിച്ചത്? ഒരിക്കൽ ഒരു സഹോദരി എന്നോട് പറയുവാനിടയായി, പാടത്തും പഞ്ചായത്തും തിരിച്ചറിയാത്ത നിങ്ങളെയൊക്കെ ഞങ്ങൾ മുഖാന്തരമാണ് ഉയർത്തുവാനിടയായി. അതേ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയുന്ന അനേകരുടെ നടുവേ നമ്മെ ഉയർത്തി മാനിച്ച് ആദരിച്ച് അനുഗ്രഹിച്ച ആ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതമായിരിക്കാം. നമ്മുടെ കണ്ണുകൾ ദിവസത്തിനടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ നല്ല ദൈവമേ, അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്നും അവനെ വരുത്തി ഇസ്രായേലിന്റെ രാജാവാക്കി മാനിച്ചതുപോലെ കർത്താവെ ഞങ്ങളെയും സ്വർഗീയ ദൈവമേ ഇന്ന് കാണുന്ന കർത്താവെ സ്തോത്രം അവസ്ഥകളിലേക്ക് ഞങ്ങളെ മാനിച്ചാദരിച്ച ദൈവകൃപയാണ്, ദൈവകരുണയാണ്, ദൈവദയയാണ്. മനുഷ്യരല്ല കർത്താവ്, മനുഷ്യകരങ്ങളല്ല കർത്താവെ, സംഘടനകളല്ല കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ, ജാതിക ബന്ധങ്ങളല്ല, യാതൊന്നുമല്ല ഞങ്ങളെ ഉയർത്തിയത്, ഇന്നയോളം നടത്തിയത് അവൻ സ്വർഗീയ ദൈവമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം പങ്കെടുക്കണം. യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.